ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇയാളെന്താ പമ്മി പോണത്? മിണ്ടാതെ വാ, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്. വാ. ഇതെന്താണ് ബോസേ, തീവണ്ടി കളിയാ? അത് നമ്മ സിനിമാക്കാരാണെന്ന് പറഞ്ഞോണ്ടായി. ബോസേ, ഇവിടെ AC ഉണ്ടാവുന്ന തോന്നലട്ടാ. യെസ്, വെരി പൂർ ഹൗസിംഗ്. പൈൻ്റെ ഇയാളെങ്ങനെ ഓടണത്? പൈൻ്റ് എടുക്കാൻ പോയിരിക്കും. ഒരു പൈൻ്റ് കൊണ്ട് എന്താവാനാ പാവം ഹൗസ് ഓണർ. ദാസപ്പൻ ഇവിടെ വന്ന് നിക്ക. ഞാൻ മുന്നിൽ വന്ന് നോക്കി, അപ്പൊ കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്ന് നോക്കിയത്. ഇനി മുന്നിലേക്ക് ഓടരുത്. അതെ, ഇപ്പൊ നിനക്ക് സുഖല്ലേ? ആ അടവൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല പൈൻ്റെ. ഇവിടെ അടയും പുട്ടൊന്നുമില്ല എന്റെ ചങ്ങാതി. കാലത്ത് ഇത്തിരി ഉപ്പുമാവ ഉണ്ടാക്കിയത്. ആട്ടായെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അടവ് എന്റെ അടുത്ത് ചെലവാകില്ലെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളൂ. എന്തുവല്ലോ പറഞ്ഞോ? ആ ഏതായാലും നിങ്ങൾ തരാനുള്ള പലിശ കുറച്ച് എന്റെ കിട്ടിയിട്ടുണ്ട്. അവര് വരുന്നുണ്ട്. ആക്ഷൻ. ഇതേതാ ഈ പിശാചുക്കള്? കണ്ട കഞ്ഞിട്ടില്ല. ഐ ആം ഡയറക്ടർ PKR. ഐ ആം അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രൂണോ. ഈ ഒരാളെ തന്നെ ആദ്യം ഞാൻ മനസ്സിലാക്കട്ടെ, അതിനുശേഷം നിനക്ക് ഞാൻ അത് കറക്റ്റ്. ഇവരെ ഈ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കും. ഈ വീട്ടിലാ? അതിന്റെ വാടകയാണ് ഞാൻ വാങ്ങി പലിശ കൂട്ടിയത്. ഞങ്ങളോട് താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾ തോന്നുമ്പോ പുറത്ത് കയറാണ്ടിരുന്നാ മതി അല്ലേ? താൻ പോയി വാതിൽ തുറക്കണോ? പിന്നിലത്തെ വാതിൽ തുറന്നിട്ടുണ്ട്. പിന്നിലത്തെ അല്ല, മുമ്പിലത്തെ. എന്തൊരു കഷ്ടം അത്. ഈ വീടിന് ഞങ്ങൾ തന്ന വാടക കുറച്ച് കൂടുതലാണെങ്കിലും രൂപ ഞങ്ങൾക്കൊരു വിഷയമല്ല. അതെന്താ, കയ്യിൽ കാശൊന്നുമില്ല? അതല്ല, പണം വരും പോകും. നിങ്ങൾക്കറിയോ, സൗദിയിൽ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ആളാ. അതൊക്കെ എന്താ കാലം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന് 35,000 രൂപ ശമ്പള. വെറുതെ അല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ സിമന്റ് ചാക്ക് ഉണ്ടാവും, ഇങ്ങോട്ട് നടക്കുമ്പോ ഹോളോ ബ്രിക്സ് ഉണ്ടാവും. അപ്പൊ അതാണ് പണിയില്ലേ? ഇവിടെ TV ഒന്നും ഇല്ലല്ലേ? ഞാൻ താമസിക്കുന്നിടത്ത് ചുരുങ്ങിയത് 15 TV എങ്കിലും കാണും. 15 TV ഒരു വീട്ടിലല്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണോ താമസിക്കുന്നത്, അവിടെ. അത് പിന്നെ എന്റെ പല തിരക്കഥകളും രൂപപ്പെട്ടത് റെയിൽവേ സ്റ്റേഷന്റെ പശ്ചാത്തലത്തിലാണല്ലോ. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് എന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക്. അത് കറക്റ്റ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാൻ വേറൊരാളും കൂടി ഉണ്ടാവും. ശിവൻകുട്ടി ഈ സാർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും സാരമല്ലടോ. അതെ, വീട് ഇഷ്ടപ്പെട്ടില്ല സാർമാർക്ക്? സോറി ബ്രദർ. ഇതെന്ത് വീടാണ്? ഇവിടെ AC ഉണ്ടോ? വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ TV ഉണ്ടോ? എന്തിന്? നല്ലൊരു കക്കൂസ് ഉണ്ടോ? തലയിലുള്ളതും പോയി. നോ 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 നോ. ഇത്തരം വൃത്തികെട്ട സ്ഥലത്തിരുന്ന് കഥ എഴുതാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്ന അഡ്വാൻസ് തുക ബാബസ്കരോ എഴുതിലാവോ? എന്നാലും ബോസ് പറഞ്ഞിട്ടില്ലേ, ക്യാഷ് ഇട്. ദാസപ്പന്റെ കയ്യിലായി ചിറ്റപ്പൻ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഊരാ. ശിവൻകുട്ടി വന്നല്ലോ. ശിവൻകുട്ടി, ഒരു മിനിറ്റ്, ഇതാ വരുന്നു. ഇവിടെ താമസിക്കുന്നവനാ, പാവാ. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എന്തേലും കുഴപ്പമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ താമസിച്ച് ഇവൻ ഇവിടെ നിന്ന് പൊക്കണം. നീ ആ പൈസങ്ങാന്ന്. എന്തൊരു നിഷ്കളങ്കൻ. ഒരു തമാശ പറഞ്ഞപ്പോഴും അതങ്ങോട്ട് വിശ്വസിച്ചു. ഇത്ര നല്ല സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? ആയിക്കോട്ടെ ദൈവമേ. അതെ, ഞാൻ അവന്മാരെ പറഞ്ഞു സമ്മതിപ്പിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓപ്പറേഷന്റെ 2ാം ഘട്ടവും സക്സസ്. ദൈവം എത്ര ഭയങ്കരനാ. എനിക്ക് ഹാപ്പി ആയിട്ട് പാടില്ല. ഓവർ ആക്കൊല്ലുവൻ. വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും മിൽമ. നിന്റെ ഫാദർ സാന്ദർഭികമായിട്ടൊരു പഴഞ്ചൊല്ലി പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കഴുത. ഇന്നു മുതൽ നമ്മുടെ 4 കണ്ണുകളും അവന്റെ പിന്നാലെ ഉണ്ടാവും. ചേട്ടാ, ഈ പ്രായത്തിൽ കഴിച്ച കൂമ്പ് വാടൂട്ടാ. അതുള്ളോർക്ക് വാടും. ഒരു വൈഞ്ചി. താൻ കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേരറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. ഇവന്റെ കിടപ്പ് കണ്ടിട്ട് കൊതിയാവുക. ബാക്കിയോട് ഇതാ ബാക്കി കാശ്. ബാക്കി ശരിയല്ലേ? സൽസയ്ക്കൊക്കെ ഇത്രയും റേറ്റായോ? നാളെ മുതൽ കരിയായിൽ വാങ്ങിയാൽ മതി. കരിയോ
എവിടേക്കാ പോന്നെ? ഞാൻ ദേ ഒറ്റ അടി അടിച്ചിട്ടുണ്ടോ? ഒന്ന് നിന്നെ തെക്കക്കര ജാനു. പേടിക്കണ്ട കേട്ടോ. രൂപ എനിക്ക് കിട്ടി. എവിടുന്ന്? ഞാൻ ഇയാളുടെ വീട്ടിൽ കിടന്ന് ബഹളം വെച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് എനിക്ക് കാശ് മുഴുവനും തന്നു. ദൈവമേ, അളിയനായിരിക്കും. നീ ബഹളം വെക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടാ? പിന്നെ അയൽക്കാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാശ് കിട്ടിയപ്പോഴാ ഞാൻ തെരുവിളി നിർത്തിയേ. രൂപ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ആ ഞാനൊന്നും പറയാൻ പോയില്ല. പക്ഷേ അയാൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്നാ നിനക്ക് വണ്ടി ഇടിച്ച കേസാണെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ അതും കൂടി തെളിച്ച് പറയാനൊന്നും പോയില്ല. ഞാനിനി എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? തൽക്കാലം നീ കുറച്ചു നാളത്തേക്ക് നിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കണ്ട. ഒരു കടം വീട്ടിൽ നിന്ന് ഓർത്ത് സമാധാനിക്ക്. അല്ല പെങ്ങളെ എന്തിനു ഇവിടെ വന്നേ? ഞാനൊരു ഹാഫ് വാങ്ങാൻ വന്നതാ. എന്റെ ഈശ്വര, പെണ്ണുങ്ങളും കൂടി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ സാധനം കിട്ടാണ്ടാവും. നീ ചവിട്ട്. ചിറ്റപ്പ, അതേ അളിയൻ. എല്ലാവർക്കും തൃപ്തിയായല്ലോ. ഇത് സ്റ്റാർട്ട് ആവണമില്ല. മനുഷ്യരെ നാണം കെടുത്താൻ വന്ന് നടു റോഡി വെച്ചായ ഇടപാട്. എവനെ ഇന്ന് ഞാൻ ഓടി രക്ഷപ്പെടാ. വാ. എങ്ങനെയെങ്കിലും ഓടാം. എടി, നീ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ വരുന്നേ? നിന്നോട് ഞാൻ അങ്ങോട്ട് പോടി. ഇല്ല, നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. ഞാൻ കൊല്ലും. ആരോ ഒരാൾ അവനെ കൊല്ലുമെന്ന് പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യണം. അവൻ ചത്താൽ ശരിയാവില്ല. നമ്മുടെ പദ്ധതികളാകെ പാടും. ഫോളോ മീ. അവനെ ഐതിഹാസികമായി രക്ഷപ്പെടുത്തണം. Come on. യെസ് ബോസ്. നിന്റെ അളിയൻ ഓട്ടത്തിന് നല്ല കേമന അല്ലേ? ഇതെന്തോന്ന് ഓട്ടം? അളിയനെക്കാട്ടിൽ നല്ല ഓട്ടമല്ലേ ആ തെക്കക്കര ജാനു. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്. ഹാവൂ, അങ്ങനെ ഒരു വിധം നിന്റെ അളിയന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ദേ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ലേശം എനിക്ക് കൊടുത്താ. ഇവരെന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഓടിയത്? അത് ഞങ്ങളെ ഒരു പേപ്പട്ടി ഓടിച്ചതാ അല്ലേ ചിറ്റപ്പ? ഇനി ആ പേപ്പർ ശല്യം ഉണ്ടാവില്ല. അതിന് ഞങ്ങൾ ശരിയാക്കി. ദേ കിടക്കുന്നു ആ പേപ്പട്ടി. നോക്കൂ. ചിറ്റപ്പ, അളിയൻ. മീനാക്ഷി, എടി മീനാക്ഷി. അച്ഛന് എന്തോ കോള് കിട്ടിയിട്ടുണ്ട്. നേരാ, ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടി എന്നാടി ഇത്? ആ എടി എന്താ ഇതെന്ന്? ഇതൊരു ലെറ്റർ അല്ലേ? ഹ, ഇതിന്റെ അകത്ത് എന്താന്ന്? അതെനിക്ക് എങ്ങനെ അറിയാനാ? അതിരിക്കുന്ന അച്ഛൻ്റെ കയ്യിലല്ലേ? ദേ ഞാനുണ്ടല്ലോ. ആ എടി, നിനക്ക് മനസ്സിലായോ? നിന്റെ പുന്നാര മോക്ക് വന്ന ലവ് ലെറ്ററാ ഇത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവൾ ഓരോ ദിവസം ക്ലാസ്സിൽ പോകുന്ന ഡ്രസ്സിന്റെ കളർ വരെ വിസ്തീകരിച്ച് എഴുതിയിരിക്കുക. ആരാടി ആ കോന്തൻ? എനിക്കെങ്ങനെ അറിയാം? അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോടി നിന്റെ പേർക്ക് അവൻ ലെറ്റർ എഴുതിയത്? എന്റെ ലവ് ലെറ്റർ പട്ടാളം പൊക്കി. സത്യം പറയടി, ആരാടി അവൻ? അച്ഛൻ വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട. ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ദേ ഞാൻ മര്യാദയ്ക്ക് അവളൊരു പണിയെടുത്തോണ്ടിരുന്നതാ. അപ്പോഴാ ഒരു ലെറ്റർ. വെറുതെ പ്രഷർ കൂട്ടാതെ ആരാ അയച്ചെന്ന് പോയി കണ്ടുപിടിക്കേ. നീ പൊടിയാകത്ത്, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായി കാണുമാവോ? ഇന്ന് രാത്രി പട്ടാളത്തിന്റെ കൂർക്കമ്പലി ഉയർന്നു കഴിയുമ്പോൾ ഞാൻ വരും. നിന്റെ ഇതുവരെ തുറക്കാത്ത ജാലകവാതിൽ എനിക്ക് വേണ്ടി നീ തുറക്കില്ലേ പ്രിയേ? തുറക്കോ? തുറക്കാവിടാ, നിനക്ക് ഞാൻ തുറന്നു തരാം. ഞാനാ അച്ഛന്റെ മോൻ. എന്നതാടാ കുരുത്തം കെട്ടോനെ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബാക്കിയുള്ളവരുടെ മാനം കളഞ്ഞിട്ടോടാ. എന്താടാ നിനക്ക് ജാനുമായിട്ടുള്ള ബന്ധം? എന്റെ അച്ഛ, എന്റെ ബൈക്ക് അറിയാതെ ആ പെണ്ണുമ്പിള്ളയുടെ ദേഹത്തൊന്ന് മുട്ടി. അതിനാ അവര് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു വിഷയമില്ല. ആ സ്ത്രീ വന്ന് ബഹളം വെച്ചപ്പോ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയടാ. പിന്നെ തൊലി ഉണിഞ്ഞ്. ഇത് അച്ഛൻ രണ്ടെണ്ണം അടിക്കുമ്പോ ഉരിഞ്ഞ തൊലി താനേ വച്ചോളും. എന്തോന്ന് വെച്ചത്? ദേവന എങ്ങാണ്ടോ പോയി ഉരുണ്ട് വിണേച്ചോ ഒന്ന് ആവി പിടിക്കുക. ഇതങ്ങ് പിടിപ്പിച്ചേ. അച്ഛാ, എന്നാ ഞാൻ പൊക്കോട്ടെ? നിക്കടാ. ഇതിന് കാശ് വേണ്ട. ആ നീ ഇത് അരയിലോട്ടം കെട്ടിക്കേ. നമ്മളെ മൈക്കാട്ട് മോസ് പൂജിച്ചെന്ന് ഏലസാ. അച്ഛാ, ദേ ഇത് കണ്ട. അച്ഛൻ പൂജിച്ചെന്ന് ഏലസ് കെട്ടി കെട്ടി എനിക്ക് പണ്ടർവേർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിലും ഭേദം എന്നെ വല്ല അമ്പലത്തിലും കൊണ്ടുപോയി നടക്കിരുത്തിയാ പോരെ. അങ്ങോട്ട് കെട്ടടാ. ആൾക്കാർ മുമ്പ് ഇറങ്ങി നടക്കാൻ വയ്യ. കിലുകിലാന്ന് ശബ്ദം. ആ പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? ആ മീനാക്ഷിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. എടാ, നീ ഇങ്ങനെ മാട് കാടി കുടിക്കുന്ന പോലെ കുടിച്ചിട്ടെന്താ കാര്യം? വേണ്ടാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കരുതെന്ന് ചിറ്റപ്പൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? മതി കുടിച്ചത്. സിപ്പ് സിപ്പായിട്ട് കുടിക്കടാ, വെള്ളം ചേർക്കണ്ട. കുടിക്കട്ടെ, അവൻ വയറ് നിറച്ചു കുടിക്കട്ടെ. മുറപ്പെണ്ണ് നഷ്ടപ്പെട്ട വേദന ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ. അതെന്താ? എന്റെ കല്യാണത്തിന്റെ തലേന്ന്
പ്രതിസുത വധുവായ മുറപ്പെണ്ണ് കറവക്കാരൻ ഗോപാലന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. നിന്റെ പെങ്ങളാണ് ഒളിച്ചോടിയത്. അന്നുവരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ പിന്നീട് മധ്യമഹാസമുദ്രത്തിൽ ആറാടുകയായിരുന്നു. ദൈവം മദ്യപിക്കുന്നവരുടെ കൂടെയാടാ. നീ കേട്ടിട്ടില്ലേ, കാലടിയിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണ് യേശുക്രിസ്തു. കാലടിയിലെ കല്യാണ ഈ അങ്കമാലിക്ക് അടുത്തുള്ള കാലടിയാ അല്ലേ? എടാ കാലടിയിലെ കല്യാണല്ല, കാനായിലെ കല്യാണം. എവിടത്തെ കല്യാണെങ്കിലും ആവട്ടെ, വെള്ളം വീഞ്ഞാക്കി മാറ്റിയല്ലോ. എന്തുകൊണ്ട് സർവത്താക്കി മാറ്റിയില്ല? വാട്ട് ആർ ദ ചേഞ്ചസ് ഓഫ് വാട്ടർ ടു ലിക്വിഡ് വൈൻ നോട്ട് സർബത്ത്? രക്ഷപ്പെട്ടു. എന്താ മദ്യത്തിന് അതിന്റേതായ ശക്തിയുണ്ട്. നീ കഴിക്കി. ഇത്രയും ബുദ്ധിയുള്ള ഒരാൾ ഇംഗ്ലീഷിൽ പറയുമ്പോ നിനക്കത് അനുസരിച്ചൂടെ? വെറുതെ അങ്ങനെ ഒരാള് താടിയുമ്പോ ചെറിയൊരു താടി വെച്ച് നടക്കൂ. ഓ ബോസ് ഇത്രയും വലിയ ബുദ്ധിരാക്ഷസനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ചെറുത് ഇത് നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കാൻ വാങ്ങിച്ചതല്ല. ഇവനെ ടെൻഷൻ അടുപ്പിച്ച് കുടിപ്പിച്ച് ബോധം കെടുത്തി കടത്തിക്കൊണ്ടുപോകാൻ വാങ്ങിച്ചതാ. ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ കൊണ്ടുചെല്ലുമെന്നല്ലേ മുതലാളി പറഞ്ഞത്. ഓ സോറി ബോസ്, ഞാനത് മറന്നുപോയി. വെരി ഗുഡ്. ബോസെ വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ചക്കും. ഒന്നും സംഭവിക്കില്ല. മോനെ അനിയ അളിയനിത് കഴിച്ചാട്ടെ. നിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. കഴിക്കേ. കുറച്ചുള്ളൂ, ബാക്കി എല്ലാം വെള്ളമാ. എന്റെ മീനാക്ഷി, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ സക്സസ് ആയി. ഇനി ഒരു ചെറുത് ബോസ്. ഓൺലി 65 ml. എന്റെ മീനാക്ഷി, മീനാക്ഷി, എനിക്ക് അവളെ കാണണം. ഓക്കെ. അവന് പാതിരാത്രിക്ക് അങ്ങാട് പോണ്. അവനോ? നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. വിട്ടരുതവനെ. ഫോളോ മീ. വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുടിക്കണ്ടെന്ന്. ഞാനത് 90 കഴിച്ചോളൂ. എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. ബ്ലഡി ഫൂൾ. മിസ്റ്റർ ബ്രൂണോ, എന്നാലും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മ പോണത്. ഓഹോ. ഈശ്വര, മീനാക്ഷി ഉറങ്ങിക്കാണല്ലേ. അമ്മാവൻ ഉറങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഗേറ്റ് ചാടണ്ട, ശബ്ദം കേൾക്കും. അയ്യോ, അടുത്ത വീട്ടിലെ പട്ടികൾക്ക് ഉറക്കമില്ലേ? ഇത് വെച്ച് കയറാം. ആരുമില്ല, ഭാഗ്യം. എടുത്തേക്കാം, തിരിച്ചു ചാടാനുള്ളതല്ലേ. മിസ്റ്റർ ബ്രൂണോ, സെർച്ച് ചെയ്യൂ. ബോസേ, ദേവൻ. അതെ, ഇവൻ നമ്മളെക്കാൾ വലിയ കളഞ്ഞാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ മോഷ്ടിക്കാൻ കയറിക്കണത്? ദാറ്റ് ഈസ് അനദർ മാറ്റർ. എന്നാൽ ഇവൻ ഈ മതിലെങ്ങനെ ചാടി? ബോസ്, ഇവൻ മതിൽ ചാടിയെങ്കിൽ നമുക്ക് ഗേറ്റ് ചാടാം. നോ, അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകള് ഹൈ ജമ്പ് ചാടുമെന്നല്ലേ ശാസ്ത്രം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടല്ലോ, നമുക്ക് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടാൽ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. പ്ലാനിങ്ങിനൊന്നും കുറവില്ലല്ലോ. നിനക്കറിയോ, എന്റെ ചെല്ല പേര് തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. അത് ശരി. പിന്നെ എന്റെ പ്ലാനിങ്ങിൽ അസൂയമൂത്ത ചിലർ എന്റെ വീട്ടുപേർ ചേർത്ത് മൂലമറ്റത്ത് പ്ലാൻ ചെയ്യുന്നു വിളിക്കാറുണ്ട്. ഭാഗ്യം, പട്ടാളം ഉറങ്ങിക്കാണും. മീനാക്ഷി, ഇവിടെ എന്തോന്ന് ഉറക്കക്കുളി വെച്ചിട്ട് കിടക്കുന്ന മീനാക്ഷി. മീനാക്ഷി, ഇനി പുറകോശത്തെ റൂമിലെങ്ങാനും ആണോ മീനാക്ഷി? അവളുടെ ഒടുക്കത്തെ ഉറക്കം.
പുറകോട്ട് ചെല്ലാം. ബെൻ ബെൻ ബണ്ണ ഈ പാതിരാത്രിക്ക് എവിടെ കിട്ടാനാണ്? തിന്നണ ബെന്നല്ല ബെൻ കുനിഞ്ഞു നിൽക്കാൻ. അയ്യോ ഇതാണല്ലേ ബോസിന്റെ മൂലവിട്ടത്തെ പ്ലാനിങ്. എവിടെയാണ്? അയ്യോ Yes, sir. വെടി പൊട്ടി. എങ്ങോട്ടോടാ? ആംബുലൻസ്. ശ്രദ്ധിച്ചിറക്കടാ തെണ്ടി. ബോസ് ധൈര്യമായിട്ട് ഇറങ്ങ്, ഞാനില്ല കൂടെ. ഇത് നമ്മുടെ ഡയറക്ടർ സാറല്ലേ? നിങ്ങളെ ആംബുലൻസുമായിട്ടൊക്കെ ഷൂട്ടിങ്ങിന് അല്ല, പോയതാ? ഇയാളുടെ കഴുത്തിന് എന്ത് പറ്റി? അതെ, ഇന്നലെ രാത്രി നല്ല മൂടായത് കൊണ്ടേ കഥ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ബോസിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ വെട്ടി തിരിഞ്ഞു നോക്കിയതാ. അടുത്തുള്ളിക്ക് പോയി രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദേ വരുന്ന വഴിയാ. അയ്യോ, എന്നിട്ട് കഥ എന്തായി? ആ കഥ ഇന്നലെ തന്നെ തീർന്നേനെ. ഇത് അത്രയും മരുന്നാണോ? ബോസിന് കട്ടിയാഹാരം കഴിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞേക്കണതേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു. അവർ കൊണ്ടോട്ടെ. സൂക്ഷിക്ക് സൂക്ഷിക്ക്, ചില്ലി ചിക്കൻ പോകും. നല്ല ശിഷ്യനല്ലേ? ബോസിന്റെ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്ത് ശ്രദ്ധയാ. അതെ, അതുപോലെ കഴുത്തും പൊതിഞ്ഞു കെട്ടി ആംബുലൻസിൽ വന്നിറങ്ങണോ നിനക്ക്? പെട്ടെന്ന് റെഡി ആവടാ. ആ ദാസപ്പൻ 8 മണിന്ന് അടിക്കുമ്പോ ഇങ്ങെത്തും. അവന്റെ മുമ്പിൽ ചെന്ന് പെട്ടെന്ന് നമ്മൾ ഈ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. ആധാരം വെച്ചിട്ടുള്ള കളി വേണ്ടാന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ? ചിറ്റപ്പ ദാസപ്പൻ. ദാസപ്പന്റെ അപ്പൻ. അങ്ങോട്ട് നോക്കൂ. ദാസപ്പന്റെ അച്ഛൻ എന്റെ ഇളയച്ചന്റെ കൂടെ പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവൻ പറയാണ് അല്ലാന്ന്. ആ അത് പോട്ടെ, എന്താ ഇത്ര നേരത്തെ? 7 മണിയല്ലേ ആയുള്ളൂ? 7 മണി കഴിഞ്ഞാൽ നിന്റെ ഒക്കെ പൊടി പോലും ഇവിടെ കാണുകയല്ലെന്ന് നീ ദാസപ്പൻ അറിയാം. എടാ മക്കളെ, അകത്തോട്ട് വരെ സാധനമൊക്കെ വലിച്ചെറിയടാ. അതെ ദാസപ്പേട്ട, നീ അങ്ങോട്ട് ചേർന്ന് എന്ന് പറയടാ. നീ പല്ല് തേച്ചതല്ലേ? എന്റെ പൊന്ന് ദാസപ്പേട്ട, അവരോട് വേണ്ടാന്ന് പറ. പണം ഒന്നും ശരിയായില്ല. ഒരു 10 ദിവസത്തെ അവധി കൂടി തരണം. അതെനിക്ക് ആവശ്യമുള്ള സാധനമാ. അതിനെ അകത്ത് കൊണ്ടുപോടാ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ദാസപ്പേട്ട, സത്യമായിട്ടും 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കട ഞാൻ തീർത്തിരിക്കും. ഇല്ലെങ്കിൽ ചേട്ടനെ വീടെടുത്തോ. നിന്റെ ഉറപ്പ് മാത്രമല്ല, ഇയാളൂടെ പറയട്ടെ. ഉറപ്പാണോ? ഉറപ്പാ. കുറുപ്പിന്റെ ഉറപ്പാവില്ലോ. നിർത്തിക്കോ. വാ വാ വാ. ഇനി തെറ്റിച്ച പറയൂ, ഇപ്പോഴെല്ലാം ഓർമ്മ വരുന്നില്ലേ? എനിക്കൊരു ഓർമ്മക്കുറവില്ല. കണ്ടില്ലേ, അതാണ് മന്ത്രത്തിന്റെ സിദ്ധി. എല്ലാം ഓർമ്മ വന്നെങ്കിൽ പറയൂ, ഇതാരാണ്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇയാൾ ആദ്യമായിട്ടാ കാണുന്നേ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ലാന്ന് എത്ര തവണ പറഞ്ഞു? ബാധ ഒഴിഞ്ഞില്ലേ? പിന്നെ നീ ആരാ? പറഞ്ഞില്ലേ, ഞാൻ ജീവനാണ്. അതെ, ആ ജീവൻ ആരുടേതാന്നാ ചോദിച്ചത്? നിന്റെ അച്ഛന്റെ. നിന്റെ അല്ല, അവന്റെ. അവൻ പേര് മാറ്റി ബോസ്. ഐഡിയ, നമുക്ക് പേര് മാറ്റിയല്ല. നമ്മൾ പേര് മാറ്റിയ അവൻ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? ബോസിന്റെ ഐഡിയ. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആകും. ഈ മൈക്കാട്ട് മുസ്ലിം മെക്കിട്ടുകാരൻ ഒരു ബാധനെ ഞാൻ സമ്മതിക്കില്ല. ഒഴിപ്പിക്കും ഞാൻ. ഒഴിഞ്ഞു പോവാതെ, ഒഴിഞ്ഞു പോവാനാണ് ഞാൻ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഇവന്റെ ബാധ ഒഴിഞ്ഞിട്ട് നമ്മുടെ പൈസ കിട്ടുമോ മുതലാളി? ഓ, കരുതാക്കുളച്ചൊന്നും പറയാതടാ. ഉറുപ്പിയോ 1 2 ഒന്നും അല്ല അവൻ തരാനുള്ളത്. ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാനായിട്ട് അവന്റെ അമ്മക്കെട്ടിക്കാൻ പുഴച്ചാടിയതല്ലേ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് ആളെ രക്ഷിക്കാൻ പുഴച്ചാടിനാണല്ലോ. അമ്മയെ കെട്ടിക്കാനായിരുന്നല്ലേ? ഒരു കീറ് വെച്ചെന്നാണല്ലോ. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇയാളുടെ പൂജയും മന്ത്രവാദം കൊണ്ടൊന്നും ഇത് മാറാൻ പോണില്ല. വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല ദേവാ. ഇതാ പുഴ വീണപ്പോ എന്തോ കൊണ്ട് പേടിച്ചതാ. അത്ര മോശക്കാരനൊന്നും അല്ല ഈ മൈക്കാട്ട് മൂസ്. എങ്ങാനും മൈക്കാട് പണിക്കിടന്ന മൂസയാ ഇപ്പൊ പട്ടെടുത്ത് ഭസ്മം പൂശി മൂസായത്. മൈക്കാട് മൂസ് ഇവൻ കള്ളനാ. ഇതാരൊക്കെയാണെന്നറിയില്ലേ? എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ അഭിനയിച്ചോ കലക്കുണ്ട്. കാശ് കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിലും നല്ലൊരടവ് വേറെ ഇല്ല മോനെ.
സ്വാമി സോഹ പൂജാകർമ്മ വേളയിൽ അലോസരപ്പെടുത്തരുത്, മൂർത്തി കോപിക്കും. മൂർത്തി കോപിക്കണേലും മുമ്പ് ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. ഇതില്ല, ഇതുള്ളൂ. നിനക്ക് മൂത്രം ഒഴിക്കണടാ. എടോ എടോ, തന്നെയാ വിളിച്ചത്, കേട്ടില്ലേ? ഇല്ല, ആരാ മനസ്സിലായില്ല. എന്റെ പേര് പീതാംബരൻ. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആഹാ, തനിക്ക് പൊട്ടായോ? ഉവ്വ്, ഞങ്ങള് രണ്ടുപേരും കൂടിയാണല്ലോ പുഴയിൽ ചാടിയത്. എന്റെ ദേഹത്തും കൂടി പ്രേതം. എടാ പരമുവേ, ആ കൂടിയരെ അങ്ങ് ഒഴിപ്പിച്ചേ. വേണ്ട, കൂടിയ പ്രേതം ഒഴിഞ്ഞു പോയെന്നാ തോന്നണേ. പോയി അല്ലേ? നിങ്ങളുടെ പേര് ദാസപ്പൻ. ഇവര് രണ്ടുപേരും നിങ്ങളുടെ ശിഷ്യന്മാർ. എന്റെ ദാസപ്പ, നിങ്ങൾക്കൊക്കെ തരാനുള്ള മുഴുവൻ തുകയും ഏതോ ബാങ്കിലിട്ട് മടങ്ങി വരുന്ന വഴി അവൻ പുഴയെ ചാടിയത്. ഏത് ബാങ്കിലാണെന്ന് അവന് മാത്രമേ അറിയൂ. സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഓഹോ, അതിന് മാത്രം തുക ആരാണാവോ അവന് കൊടുത്തത്? അതും അവന് മാത്രമേ അറിയൂ. അവന്റെ ഏതോ ഒരു അകന്ന ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇപ്പൊ ശിവൻകുട്ടിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ ഒരു രക്ഷയില്ല എന്റെ ദാസപ്പ. ഏതായാലും ഇത്രയും നാള് ഞാൻ കാത്തു. അവന്റെ പട്ടി ഞാൻ മാറ്റിക്കോളാം. അല്ല ബോസേ, മൂക്കറ്റും കടവും പ്രാരാബ്ദമുള്ള ഈ വട്ടനെ അങ്ങനെ എന്തിനാ തട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്? അതൊന്നും ഒരു പ്രൊഫഷണൽ കില്ലർ അറിയേണ്ട കാര്യമല്ല. ഫോട്ടോയിലുള്ള ആളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ച് വിഴുങ്ങി. ഇനിയിപ്പോ വട്ടനോ ചട്ടനോ പൊട്ടനോ എന്ത് പണ്ടാരമായാലും വേണ്ടില്ല, കൊണ്ടു കൊടുത്ത് ബാക്കി കാച്ചു കൈപ്പറ്റുക. ദാറ്റ്സ് ഓൾ. കയ്യിൽ 5 പൈസയില്ല. ഓ, പറഞ്ഞ് നാവിടത്തില്ല. അയാളാ. ഇവനെ കെട്ടിയേപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ബോസേ, തൽക്കാലം ഫോൺ സ്വിച്ച് ഓഫ് ആയി. എടുക്കണ്ട. ഇവനെ പൊക്കിയതിനു ശേഷം നമുക്ക് അങ്ങോട്ട് വിളിക്കാം. വെറുതെ എന്തിനാ ബോസേ നമ്മതറിയേക്കണത്? സാർ, അവന്മാർ ഫോൺ എടുക്കുന്നില്ല, കട്ട് ചെയ്യുന്നു. ETH ഒരുത്തനെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചതാ. എന്നിട്ട് ആളിവിടെ എത്തിയിട്ടും അവന്മാരെ കാണാനില്ല. ഒരു പ്രൊഫഷണൽ കില്ലേഴ്സ്. അവന്റെ അമ്മയുടെ എവിടുന്ന് കിട്ടിയിടോ തനിക്ക് അവന്മാരെ? സാർ, അത് ഇനി അവന്മാര് ചേട്ടാ പതുക്കെ ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ച്. സാറെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇതെവിടെയാ വന്നത്? വീട്ടിൽ, ജീവൻ സാറിന്റെ വീട്ടിൽ. ഓഹോ, ഇതിനെയും വീടെന്നാണല്ലേ പറയുന്നത്? മോനെ ജീവ, അകത്ത് വാ. തള്ള വിളിക്കുന്നു. സാറിനെ തന്നെ വിളിച്ചത്. അത് മനസ്സിലായി, ഞാനാണല്ലോ ജീവൻ. ശിവൻകുട്ടി, വണ്ടിയിലിരിക്കുന്ന ബാഗെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കേ. എന്റെ പേര് പിടി കിട്ടി. എന്റെ കൈ വയ്യെന്നറിയില്ലേ ഈ വൃത്തികെട്ടവന്മാർക്ക്? എങ്ങനെ ഞാൻ ബാഗ് എടുക്കുന്നത്? ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? അല്ല, ഞാൻ ശിവൻകുട്ടി, ആ ബാഗ് എടുത്ത് അകത്ത് വെക്ക്. ചേട്ടൻ വാ. ലോകത്തുള്ള എല്ലാ ദരിദ്രവാസികളുടെ പേര് ശിവൻകുട്ടി എന്നാ. സാറ് പോയ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലെ. ഒന്ന് ഇക്ലിയിട്ട് ഉണർത്താത്തത്. ഈ വീടിനകത്ത് നിങ്ങൾ നടന്നാണോ അതോ ഓട്ടോറിക്ഷ വിളിച്ചാണോ പോകുന്നത്? മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ബ്രാൻഡി മതിയായിരുന്നു. അതിപ്പോ എങ്ങനെ പറയും? നല്ല സുഖം. Vijay, all things are improper in company. You have to go to Income Tax office and make everything ready. Yes, I will take care, uncle. ഡോ, താൻ അവിടെ എവിടെയും കറങ്ങിയെടുക്കാതെ ചേട്ടന്റെ കൂടെ തന്നെ വേണം. മെഡിസിൻ എല്ലാം കൃത്യസമയത്ത് തന്നെ എടുത്തു കൊടുക്കണം. മനസ്സിലായോ? ശരി സാർ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ചേട്ടാ, ഐ എം ബിസി ടുഡേ. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഓവർ വിത്തിൻ 2 days. ടേക്ക് കെയർ ബഡ്ഡി. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ. ഇതെന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളോ? ഇവിടെ അധികം നാൾ നിൽക്കുന്നതാവത്താ. എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ. വേണ്ടായിരുന്നു. നല്ല തണുപ്പ് എനിക്ക് വേണ്ട. ജീവ, ടേക്ക് റെസ്റ്റ്. നോ നീഡ് ടു കം ടു ദി ഓഫീസ്. തുടങ്ങി. ടേക്ക് കെയർ. അടുത്ത് ഇംഗ്ലീഷ് കേൾക്കുന്നതിന് മുമ്പ് ഫുള്ള് വലിച്ചു കുടിക്കാം. ഓക്കെ, ഗുഡ്. എന്നാ പോയി റെസ്റ്റ് എടുത്തോ. നകുല, കാര്യം അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞാൻ മുമ്പേ ഇറക്കാം. ഇതെന്താ താമരശ്ശേരി ചുരോ? നകുലൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. അത് സാറിന് അറിയാവുന്നതല്ലേ? ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. സാർ ശരീരം ഇളക്കണ്ട. വാ. നമ്മുടെ റൂമിലെത്താൻ ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? പറ. സാറ് നാട് വിട്ടേ പിന്നെ ഈ മുറി ഞാൻ ആദ്യമായിട്ട് കാലുകുത്ത. ഞാനും. ഇത് മുഴുവൻ അലങ്കോലായി കിടക്കാണല്ലോ. സാർ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ ശരിയാക്കി. ഇതൊക്കെ ആരാണ് ഇത് ഇവിടെ കൊണ്ടിട്ടത്?
പൊടിയാണിത് മുഴുവൻ. ശ്ശോ, ഇതെന്തൊരു മുറി. അത് ശരി, ചുമ്മാതല്ല എന്നെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. എന്റെ ചിറ്റപ്പ, എനിക്കിപ്പോഴാ ശരിക്കും ലോട്ടറി അടിച്ചത്. അതെ ജീവൻ സാറേ, സാർ ഇവിടുന്ന് പോകുമ്പോ സാറിന്റെ നാൻസി ഗർഭിണിയായിരുന്നല്ലോ, അവളിപ്പോ പ്രസവിച്ചു. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എടാ വൃത്തികെട്ടവനെ, ഏതോ ഒരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് നീ ഇവിടുന്ന് മുങ്ങിയതാണല്ലേ. ഇനി ആ കൊച്ചിനെയും തള്ളേ ഞാൻ ചുമക്കണമല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാടാ. നകുല, അതെ, നീ പറഞ്ഞത് ശരിയാ. എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ ആരും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? ഒതുക്കാനാ? സാറല്ലേ പറഞ്ഞത് നമ്മുടെ നാൻസി പട്ടി പ്രസവിക്കുമ്പോ ആരോടും പറയരുത്, നല്ല ഇനമാണ്, കുഞ്ഞുങ്ങളെ മുഴുവൻ നമുക്ക് തന്നെ വളർത്തണമെന്ന്? അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. ഹായ് ജീവൻ, how are you? How do you feel now? ഈശ്വര, പിന്നെ ഇംഗ്ലീഷ്. ഇതേത് അവതാരം? രഞ്ജിനി, മഹേന്ദ്രൻ സാറിന്റെ മോള് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഓഹോ, അത് ശരി. ഹലോ റംസനെ, എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ ബാ, എത്ര നാളായി കണ്ടിട്ട്. ജീവൻ, Don't disturb. ഓവറായ എന്തോ എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചോളും. രഞ്ജിനി, എന്തു പറ്റി? ബാ. എന്തായാലും നല്ല ആളാ ജീവൻ. ആരോടും പറയാതെ ഇത്രയും ദിവസം എങ്ങോട്ടാ പോയത്? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജീവൻ എന്നോട് പറയാമായിരുന്നില്ലേ? എടാ ജീവ, അപ്പൊ നീ ഇവളെയും പറ്റിച്ചോ? ഞാൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് കുട്ടേ. നമ്മൾ തമ്മിലുള്ള വിവാഹം മായന്റെയും അച്ഛനും കൂടി തീരുമാനിച്ചത് ജീവൻ ഇഷ്ടമായില്ലല്ലേ? ചുമ്മാതല്ല അവൻ സ്ഥലം വിട്ടത്. അതൊക്കെ പിന്നെ അസൂയക്കാർ വെറുതെ പറഞ്ഞു നടക്കുന്നതല്ലേ? ജീവൻ എന്നോട് ഇഷ്ടമാണല്ലേ? കുഴപ്പമായ. For so many years, I just wanted to convey my love towards you. If you really love me, please തുടങ്ങി. accept this gift. Just tell yes or no. Do you love me or not? എന്തൊക്കെയോ പറയുന്നു, രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. No. No? What? മോതിരം. Yes. Oh, thank God. പെട്ടെന്നിട്. So cute. മോതിരം മാത്രമേ ഉള്ള, അരഞ്ഞാണോ മാലയെങ്ങാനോ ഉണ്ടെങ്കിൽ ഊരിയിട്, ദാസപ്പന്റെ കടം തീർക്കാലോ. അല്ല, രഞ്ജിനിയുടെ സ്നേഹം ഇത്രയ്ക്ക് ചെറുതാണോന്ന്? ഇതിനേക്കാൾ വലിപ്പവും തൂക്കമുള്ള മോതിരം ഞാൻ പ്രതീക്ഷിച്ചത്. Very funny. എനിക്ക് ഇപ്പോഴാ ആശ്വാസമായി. എനിക്കും. ഞാൻ പോട്ടെ. See you. Bye. ദാസപ്പേണ, ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, മൂട്ടാടിയുള്ള കട്ടിലിൽ കിടന്നിട്ട് ഇവിടെ വന്ന് കിടന്നപ്പോ എന്തൊരു സുഖം, എന്തൊരു കുലുക്കം. എടാ ജീവാ, എനിക്കിനി എന്റെ വള്ളിത്തോട് ഗ്രാമത്തിലെത്തണമെങ്കിലേ ഒരുപാട് പണം വേണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ ചക്കര ഇപ്പോഴും ഇങ്ങോട്ട് വരല്ലേ. ഞാൻ ജീവനായിട്ട് അഭിനയിച്ച് കുറച്ച് കടങ്ങളൊക്കെ വീട്ടട്ടെ, ഓക്കേ? എന്നാലേ എന്റെ മീനാക്ഷി എനിക്ക് കിട്ടും. ശരിക്കും ജീവ, നീ എവിടെയാടാ? കുപ്പിയുടെ കുപ്പിയുടെ നടക്കട്ടെ. പൈന്റോ? ഇതല്ല എണ്ണക്കുപ്പി. വൃത്തികെട്ട സാധനമായിട്ടാണ് ഒഴിഞ്ഞോട്ടിരുന്നത്. ഒഴി 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 ഒഴി, പെട്ടെന്ന് ഒഴി. മതി മതി. വൈദ്യരെ, ദേ ഇങ്ങനെ 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 അങ്ങനെ വെള്ളത്തിൽ വീണ് പരിപ്പിളകി ഒരുപാട് പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ ആദ്യമാണ്. ഇയാൾ ആദ്യമായിട്ടാ വെള്ളത്തിൽ വീഴുന്നത്, അതുകൊണ്ടായിരിക്കും. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അയ്യോ, പതുക്കെ മതി. ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മാവാ, അച്ഛൻ വിളിക്കുന്നു. ഇതല്ല ഉദ്ദേശിച്ചത്. അയ്യോ, പാപത്തിനോട് ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാര്. നീ ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചേ. പെട്ടെന്നൊഴി. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ കളച്ചു മറിക്കേ. ബോധം കെടുമ്പോ പറഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാനോ പഠിച്ചില്ല. ഇത് റിപ്പീറ്റ് ചെയ്തോളൂ. ദേവി,